നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫീച്ചേഴ്സൊക്കെ ക്ലോസിൽ നോക്കി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടോ ഈ ഒരു റെഡ് ഈ മിഡിലിൽ വന്ന് നിൽക്കുമ്പോഴേക്കും ഈ ഹലോ നമസ്കാരം. നമ്മളിന്നൊരു ലാസ്റ്റ് സപ്പറിൻ്റെ വുഡ് ചെയ്തിരിക്കുന്നത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണേ. ഇതിനെ നമ്മളിന്ന് വോളിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊരു സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ കൊടുത്ത് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം എങ്ങനെ വരുന്നേ. ഓക്കെ, ടിമ്പർ ഫ്രെയിം ഹൗസസ് ആണ് ഇപ്പോൾ വരുന്നതല്ല. ഇതുണ്ടോ, വുഡ് കണ്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊളിഞ്ഞു പോരും. അത്യാവശ്യം നമ്മുടെ രൂപം അത്യാവശ്യം ഒരു വെയിറ്റുള്ള ഒരു രൂപമാണ്. അപ്പോൾ അത് പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഡ്രൈ വാളെന്ന് പറയുന്ന ഈ സാധനം ഇവർ ഫിക്സ് ചെയ്ത് പട്ടിക പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലാണ് നമ്മൾ ഈ ഡ്രൈ വാൾ അവർ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വോളിൽ എന്തെങ്കിലും സ്ക്രൂ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സാധനം കണ്ടോ, വുഡ് സ്റ്റഡ് ഫൈൻഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിന് ഏകദേശം ഒരു 60 euro കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പം നമ്മൾ ഈ വോളിൽ ഇതിങ്ങനെ വെച്ച് നോക്കുമ്പോഴേക്കും നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഇലക്ട്രിക് ലൈനോ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ എന്തെങ്കിലും ഒരു വുഡിൻ്റെ ഇതൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പറ്റുന്നതാണ്. കാണിച്ചു തരാവേ. ഈ ഒരു ഇതിൻ്റെ ഒരു ഗ്രീൻ ലൈറ്റ് കാണുന്നുണ്ടോ? ഈ ഗ്രീൻ ലൈറ്റ് കാണുന്നതെന്ന് പറയുന്നത് ഈ ഗ്രീൻ ലൈറ്റിൻ്റെ ബാക്കിൽ വുഡ് പീസ് ഉണ്ടെന്നാണ്. ഇങ്ങനെ ഒരു പീസ്. ഇതിപ്പോൾ നമ്മുടെ വന്നിരിക്കുന്നത് മറ്റേ പ്ലാസ്റ്റർ ബോർഡാണ്. അതിൻ്റെ ബാക്കിൽ വുഡ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഭിത്തിയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നോക്കി സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടോ ഈ ഒരു റെഡ് ഈ മിഡിലിൽ വന്ന് നിൽക്കുമ്പോഴേക്കും ഈ സാധനമില്ലേ, ഈ ബാക്കിൽ കാണുന്നത് ഇതിൻ്റെ വുഡാണ്. ഇത്രയും രീതിയിൽ വുഡുണ്ട്. അപ്പോൾ ഈ കറക്റ്റ് സെൻറ്ററാണ് ഈ ഗ്രീൻ കാണിക്കുന്ന ലൈൻ കേട്ടോ. നമ്മളിപ്പം ഇതിലേക്ക് സ്ക്രൂ ചെയ്ത് ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡ്രൈ വാൾ പോയിട്ട് അപ്പുറം ബാക്കി ചെയ്യുന്ന പട്ടികയിലോട്ട് നമുക്കിത് ചെല്ലും. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇതിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ട് വേറൊരു ഉപകാരം കൂടെ. നമ്മുടെ ഏതെങ്കിലും ഇലക്ട്രിക് ലൈനോ അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ തന്നെ നമ്മുടെ ഇവിടെ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ട്. നമ്മളിവിടെ ട്രൈ ചെയ്ത് കാണിച്ചു തരാവേ. ഇതുണ്ട്. ഇവിടെ ഈ ഓറഞ്ച് കളറിൽ ഒരു ലൈറ്റ് വന്നുണ്ടോ? അതായത് ഈ ഒരു ഇതുവഴി ഒരു ലൈൻ പോകുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അത് കാരണം നമ്മൾ സ്ക്രൂ ചെയ്യുമ്പം ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിക് എല്ലാം മൊത്തത്തിൽ പോകും. അത് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു സാധനം വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടാണ് സ്ക്രൂ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോഴത്തേണ്ടേ നമ്മുടെ രൂപം കണ്ടോ, ലാസ്റ്റ് സപ്പർ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫീച്ചേഴ്സൊക്കെ ക്ലോസിൽ നോക്കി അറിയാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് ഓരോ രൂപങ്ങൾ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ വോളിൽ ഇച്ചിരി പ്രൊജക്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇതിൻ്റെ ബാക്കിൽ സ്ട്രിപ്പ് ലൈറ്റ് ഒട്ടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു പിന്നെ ഒരു പ്ലാന്. അപ്പം അതും കൂടെ ഞാൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാവേ. ഓക്കെ.